അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ കഅബാലയത്തിൻ്റെ അകത്ത് വെച്ച് ഇറക്കപ്പെട്ട വിശുദ്ധ ഖുർആനിലെ ഒരു സൂക്തമുണ്ട്. സൂറത്തുൻ നിസായിലെ 58-ാമത്തെ ആയത്താണത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലാഹ യഅ്മുറുകും അൻ تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا ബസീറ. ഈ ആയത്താണ് പരിശുദ്ധ കഅബാലയത്തിൻ്റെ അകത്ത് വെച്ചുകൊണ്ട് ഇറക്കപ്പെട്ടത്. ഈ ആയത്തിറങ്ങാൻ വലിയൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക വിജയത്തിന് ശേഷം കഅബാലയത്തിൻ്റെ അടുക്കിലേക്ക് എത്തിയപ്പോൾ കഅബാലയത്തിൻ്റെ വാതിൽ തുറക്കാൻ വേണ്ടി പറഞ്ഞു. കഅബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് ഉസ്മാൻ ഇബ്നു അബീ തുൽഹ എന്നവരായിരുന്നു. അവരോട് താക്കോൽ ചോദിച്ചപ്പോൾ അവർക്കത് നൽകാൻ ചെറിയൊരു പ്രയാസമുണ്ടായി. ഇത്രകാലം അവരുടെ കുടുംബമാണ് കഅബാലയത്തിൻ്റെ താക്കോൽ സൂക്ഷിച്ചു വച്ചിരുന്നത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് നിർബന്ധപൂർവ്വം ആ താക്കോൽ വാങ്ങിച്ചു. അദ്ദേഹത്തിന് വലിയൊരു പ്രയാസമുണ്ടായി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കഅബാലയം തുറന്നു കൊടുത്തു. നബി തങ്ങൾ കഅബയുടെ അകത്ത് കയറി 2 റക്അത്ത് നിസ്കരിച്ചു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പരിശുദ്ധമായ ഈ ആയത്ത് ഓതിക്കൊണ്ടായിരുന്നു വന്നിരുന്നത്. ഉസ്മാൻ ഇബ്നു അബീ തുൽഹയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ അടുക്കിലേക്ക് ആ താക്കോൽ തിരിച്ചു നൽകാൻ വേണ്ടി പറഞ്ഞു. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? ഇന്നല്ലാഹ യഅ്മുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. സൂക്ഷിപ്പ് സ്വത്തുക്കൾ അതിൻ്റെ അവകാശികളെ തന്നെ തിരിച്ചേൽപ്പിക്കണമെന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അതിൻ്റെ അവകാശികൾ ആരാണോ അവരാണത് സൂക്ഷിക്കേണ്ടത്. ഇത്രകാലം സൂക്ഷിച്ചു വന്നിരുന്നത് അവരുടെ കുടുംബമാണ്. ഉസ്മാൻ ഇബ്നു അബീ തുൽഹ എന്നവർ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടില്ല. നിങ്ങളുടെ വിഷയത്തിൽ പരിശുദ്ധ ഖുർആനിൽ ഒരു ആയത്തിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇത്രകാലം സൂക്ഷിച്ചു വച്ചിരുന്ന താക്കോൽ നിങ്ങളുടെ കയ്യിലേക്ക് തന്നെ തിരിച്ചു നൽകാൻ വേണ്ടി അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടെ ഉസ്മാൻ ഇബ്നു അബീ തുൽഹ അവിടെ വെച്ചുകൊണ്ട് മുസ്ലിമാവുകയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വലിയൊരു ചരിത്ര സംഭവമാണ് ഈ ആയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.